നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ രക്ഷയുടെ ശുശ്രൂഷ ഭൂമിയിൽ നിവർത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമായി ആ രക്ഷയുടെ സന്ദേശം അറിയിക്കുവാനായി പ്രതിനിധികളെ ആവശ്യമാണ്, അംബാസിഡേഴ്സിനെ ആവശ്യമാണ്. അങ്ങനെ അംബാസിഡേഴ്സിനെ ദൈവം യേശു കർത്താവ് വിളിച്ചാക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഓർഡിനേഷൻ സെർമൺ എന്നാണ് 10-ാം അധ്യായത്തെ നമ്മൾ വിളിക്കുന്നത്. നിയോഗിച്ച് അയക്കുമ്പോൾ അവരോട് പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ അത് കുറച്ച് ആഴമായി ഗ്രഹിക്കുവാനായി നമ്മൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. ആദ്യത്തെ 15 വരെയുള്ളതായ വാക്യങ്ങൾ 12 പേരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. അവരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന നിയോഗമാണ് 15 വരെയുള്ള വാക്യങ്ങൾ. അവർക്ക് എല്ലാ കാലത്തും ഉള്ളവർക്കാണ് ഇത് 3. എന്നാലും പ്രധാനമായി ഈ കാര്യങ്ങൾ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർക്കുള്ളതാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം മെയിൻ തിങ് തന്നെ കർത്താവിനോട് പറഞ്ഞു, ജാതികളുടെ അടുത്തൊന്നും പോകരുത്, ഇസ്രായേൽ മക്കളുടെ അടുത്ത് മാത്രം പോകണം, അവരുടെ വീട്ടിൽ താമസിക്കണം, അവർ സ്വീകരിച്ചില്ലെങ്കിൽ ആ പട്ടണത്തിന് ന്യായവിധി കൽപ്പിക്കണം. ഇത് ഇന്നത്തെ നമ്മുടെ ദൗത്യവുമായി അല്പം വ്യത്യാസമുണ്ട്. നമുക്കുള്ള ദൗത്യം സകല ജാതികളോട് സുവിശേഷം അറിയിക്കുവാനാണ്. നമുക്കുള്ള ദൗത്യം എല്ലാവരെയും സ്നേഹിക്കുവാനാണ്, ന്യായവിധി പ്രസ്താവിക്കുവാനല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പ്രധാനമായി ഈ 12 പേർക്ക് മാത്രമുള്ളതായ നിയോഗമായിട്ടാണ് ഇതിനെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അത് ഫ്യൂച്ചർ ഡിസൈപ്പിൾസ്, ഭാവിയിൽ ശിഷ്യന്മാർക്ക് ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് അവിടെ പെർസിക്യൂഷനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കഷ്ടത, ഉപദ്രവം എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അവിടെ രാജാക്കന്മാരെ, അന്നത്തെ മതം, അന്നത്തെ ഗവർണേഴ്സ് ആൻഡ് കിങ്സ്, ജാതികൾ, ഇവരെല്ലാം എതിർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിനെ കുറിച്ച് ഗ്രഹിക്കുവാനായി ചിന്തിച്ചത് എക്സാക്ട് അങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നാൽ മെയിനായി ഇത് അന്ത്യകാലത്ത്, മഹോദ്രവകാലത്ത് നടക്കുന്ന സംഭവമായിട്ടാണ്. എന്നാൽ ഇന്ന് നമുക്ക് ഇനി പഠിക്കാനുള്ളത് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 24 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. 24 മുതൽ 42 വരെയുള്ളതായ വാക്യങ്ങളെ നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ അല്ലെങ്കിൽ ചർച്ച ഹിസ്റ്ററിയിലെ ഈ കൃപായുഗത്തിൽ ഇന്നുള്ളതായ ശിഷ്യന്മാർക്കുള്ളതായ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് അതിനെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇത് ഏത് കാലത്തും ഉള്ളതായ തന്റെ ദാസന്മാർക്ക് അനുഭവമാകാവുന്ന വിഷയങ്ങളുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 24 മുതൽ 42 വരെയുള്ള വാക്യങ്ങളെന്ന് ഒത്തിരി സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് ഊന്നി പറയുന്നതായ ഒരു പദപ്രയോഗമുണ്ട്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഫിയർ നോട്ട്, ഫിയർ നോട്ട് എന്ന് നമ്മൾ കാണുന്നു. അതിന്റെ ആരംഭത്തിൽ തന്നെ 26-ാം വാക്യത്തിൽ അതുണ്ട്, അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. 28-ാം വാക്യത്തിലുണ്ട്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. 31-ാം വാക്യത്തിലുണ്ട്, ആകയാൽ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ വിഷയമാണ്. പ്രത്യേകിച്ച് തന്റെ ശിഷ്യന്മാരോട് കൊടുക്കുന്ന ദൗത്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രത്യേകിച്ച് അതിന്റെ അടുത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ 32, 33 വാക്യങ്ങളില് എന്തിനു വേണ്ടി ഭയപ്പെടേണ്ട എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്നായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവരെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളി പറയും. അപ്പോൾ യേശുവിനെ ഏറ്റു പറയുന്നതിന് ഭയപ്പെടേണ്ട എന്നുള്ളതാണ് മെയിൻ വിഷയം. അവന്റെ സാക്ഷികളായി ജീവിക്കുവാൻ, അവനെ കുറിച്ച് കൺഫസ് ചെയ്യുവാൻ, യേശുവിനെ ഏറ്റു പറയുവാനായി തുനിയുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിന് നടുവിൽ ഭയപ്പെടേണ്ട എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റു പറയണം, രഹസ്യ ക്രിസ്ത്യാനിയായിട്ടിരിക്കുവാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ 12 പേരല്ല, നാം എല്ലാവരും ഡിസൈപ്പിൾസ് ആണ്, നാം എല്ലാവരും അവന്റെ ശിഷ്യന്മാരാണ്.
അപ്പോൾ ഇന്നുള്ള നേതാക്കന്മാരെ പോലെ സീക്രട്ട് സർവീസ് ഒന്നും കർത്താവിന്റെ മാർഗത്തിലില്ല. കർത്താവ് അവിടെ പറയുന്ന ഭാഗം നമ്മൾ ഇനി വായിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, രഹസ്യമായി പറഞ്ഞത് പരസ്യമായി പ്രസ്താവിക്കണം, പുരമുകളിൽ ഘോഷിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചിലരോടൊക്കെ മാറ്റി നിർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പരസ്യമായി പ്രസ്താവിക്കാനുള്ളതാണ്. ഒന്നും രഹസ്യമായിട്ടില്ല, എല്ലാം പരസ്യമായിട്ട് പ്രസ്താവിക്കാനുള്ളതാണ്. യേശുവിന്റെ മാർഗം എന്ന് പറയുന്നത് പരസ്യമായി പ്രസ്താവിക്കുന്ന മാർഗമാണ്. നമ്മള് സുവിശേഷം അറിയിക്കുന്നവർക്ക് അറിയാം, റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുകയാണ്, നീ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടുന്നവരുടെ ബാഹ്യമായുള്ളതായ ഒരു അടയാളമാണ് വായ് കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളത്. യേശുവിനെ പരസ്യമായി കൺഫസ് ചെയ്യുന്ന, യേശുവിനെ പരസ്യമായി കൺഫസ് ചെയ്യുന്നത് ഒരു ട്രൂ സാൽവേഷന്റെ എവിഡൻസ് ആയിട്ടാണ് വേദപുസ്തകം നമ്മെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ മടിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറയുവാൻ നാം മടിക്കേണ്ട, നാം ഭയപ്പെടേണ്ട. Why we must not be afraid to openly confess Christ. അതാണ് പല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കുവാനായിട്ടാണ് ഈ രീതിയിൽ പഠിപ്പിക്കുന്നത്. 24-ാം വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്, ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടേവരെ ബേൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. അപ്പൊ 24-25 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് സഫറിങ് അല്ലെങ്കിൽ യേശുവിനെ ഏറ്റുപറയുന്നത് കൊണ്ട്, കൺഫസ് ചെയ്യുന്നത് കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യണം, പ്രതീക്ഷിക്കണം. യേശുവിന്റെ മാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്, പിന്നെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരെ ഒരുപാട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അത് വേദപുസ്തകത്തിന് അനുസാരമുള്ളതല്ല. കർത്താവ് പറയുകയാണ്, ശിഷ്യനെ ഗുരുവിനെ പോലെയാകുന്നത്, ശിഷ്യൻ ഗുരുവിൻ മീതെ അല്ല, ദാസൻ യജമാനു മീതെയുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, അവർ വീട്ടുടയവനെ, അവർ യജമാനനെ അവരെന്ത് ചെയ്തോ അതെല്ലാം ആയിരിക്കും ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടാൽ ഓരോ വിശ്വാസിയും പ്രതീക്ഷിക്കേണ്ടത് യേശുവിനുണ്ടായതേ ലോകം നമുക്ക് തരികയുള്ളൂ എന്ന്. അത് നാം പ്രതീക്ഷിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മാസ്റ്ററിനേക്കാൾ ഔട്ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഒന്ന് ശിഷ്യൻ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഇന്ന് ലോകത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, നമ്മൾ ടിവിയിലും ന്യൂസിലും ഒക്കെ കാണുന്ന യേശുവിന്റെ ശിഷ്യന്മാരെ കാണുന്നത് യേശുവിനേക്കാൾ എത്രയോ ഉയരത്തിലാണ്. പൊക്കിക്കൊണ്ട് നടക്കുവാനും എന്തെല്ലാം ലഭിക്കാനും ലോകത്തിലെ സാധാരണക്കാരനായ മനുഷ്യന് കിട്ടാത്ത എല്ലാ സുഖങ്ങളോടും സൗകര്യങ്ങളോടും കൂടി ഇരിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരെയാണ് കാണുന്നത്. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല, ദാസൻ യജമാനെ പോലെ ആകുന്നത് ദാസൻ മതി. യജമാനായ അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്ററായ നമ്മുടെ ലോഡായ കർത്താവിന് എന്ത് ലഭിച്ചിട്ടുണ്ടോ അത് മതി എന്നാണ് പറയുന്നത്. അത് നാം പ്രതീക്ഷിക്കണം. അപ്പോൾ ഒന്നാമത് നാം ചെയ്യേണ്ടത്, നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യണം. ഈ ഭൂമിയിൽ ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ യേശുവിനെ പരസ്യമായി കൺഫസ് ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വീണ്ടും കർത്താവ് പറയാണ്, അവർ വീട്ടുടയവനെ ബേൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. വീട്ടുടയവനെ എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. അവന് ബേൽസെബൂൽ എന്ന് പറയുന്നതിന് 2-3 അർത്ഥങ്ങളുണ്ട് എന്ന് ചില എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. ബേൽസെബൂൽ എന്ന് പറയുന്നത് മെയിനായിട്ട് ലോർഡ് ഓഫ് ദ ഹൗസ് എന്ന ഒരു മീനിങ് ആണുള്ളത്. അതുകൊണ്ടാണ് വീട്ടുടയവൻ വീട്ടുകാരെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലോർഡ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞാൽ ഡീമൻസിന്റെ വീട്ടിന്റെ ലോർഡ് എന്നുള്ള മീനിങ്ങിലാണ്. പിശാചുക്കളുടെ എല്ലാം വീട്ടിന്റെ ലീഡറായിട്ടുള്ള സാത്താനെ ഉദ്ദേശിച്ചാണ് ബേൽസെബൂൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. വേറെ അന്നത്തെ കാലത്ത്
ഈസ്റ്റേൺ ദൈവത്വത്തിൽ പാശ്ചാത്യ പൗരസ്ത്യ രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് തന്നെ അറിയാം, ഇന്ത്യയിൽ ഉള്ള ദൈവങ്ങളൊക്കെ പല ഗ്രൂപ്പിലുള്ള ജീവികളുടെയൊക്കെ ദൈവങ്ങളുണ്ട്. നമുക്കറിയാം ഹിന്ദുക്കളുടെ ഇടയിൽ. അതുപോലെ ഫ്ലൈസിന്റെ ദൈവമായിട്ടാണ് ബെൽസെബൂബിനെ അന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ കൊതുകിന്റെയും ഫ്ലൈ ഈച്ചയും ഒക്കെ ശല്യം ചെയ്യുന്നതിന് ഈ ബെൽസെബൂബിനെ വിളിച്ചാൽ മതി എന്നൊരു രീതി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആ രീതിയിൽ ബെൽസെബൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനുവൽ ഗോഡ് എന്നുള്ള മീനിങ് ബെൽസെബൂബിനുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാനുവൽ എന്ന് പറഞ്ഞാൽ ചാണകം. ഏറ്റവും മോശമായ നികൃഷ്ടമായ രീതിയിലുള്ള ദൈവങ്ങളെ കാണിക്കുന്നതിനാണ് ഇത് വിളിക്കുന്നത്. ഹാബിറ്റേഷൻ ഓഫ് ഡീമൻസ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദ ഹൗസ്. അപ്പം അതാണ് ഇതിന്റെ അർത്ഥം. ബെൽസെബൂബ് എന്ന് ഉള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഉപദ്രവങ്ങൾ, സഫറിങ്, കഷ്ടപ്പാടുകൾ ശിഷ്യത്വത്തിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ഒരു ദൈവിക കർത്താവിന്റെ സേവനത്തിന്, ഒരു ദൈവത്തിന്റെ ദാസനും ദാസിക്കും ഈ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നാം പ്രതീക്ഷിക്കുകയാണ്. അപ്പോസ്തല പിതാക്കന്മാരെല്ലാം കർത്താവിന് വേണ്ടി ഉപദ്രവം സഹിക്കുന്നതിനെ ഒരു പ്രിവിലേജ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 5:41 അവിടെ പറയുകയാണ്, അവര് അടിയേൽക്കേണ്ടതായിട്ട് വന്നത് അതുകൊണ്ടൊരു വിഷമമായിട്ടോ അവർക്ക് നിരാശയോ തോന്നിയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് 1-ാം നൂറ്റാണ്ടിൽ അടിയേറ്റപ്പോൾ, അധികാരികളുടെ മുമ്പിൽ വെച്ച് കോൽ കൊണ്ട് അടിയേറ്റപ്പോൾ അവർ പറയുകയാണ്, ഇതൊരു വലിയ പദവിയാണ്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ ഇടയാകേണ്ടി വന്നത് ഒരു പ്രിവിലേജായി, യോഗ്യരായി എണ്ണി ഒരു വലിയ പദവി കിട്ടിയതുപോലാണ് അപ്പോസ്തലന്മാർ അന്ന് കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിലും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിന് പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതൊരു വലിയ പദവിയായിട്ടാണ്. 3:10 അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുന്നതിനും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചാവറ നിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുവിന് വേണ്ടി നിന്ന് അപമാനം സഹിക്കുന്നത് വലിയ പദവിയായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് 26-27 വാക്യങ്ങൾ, മത്തായി സുവിശേഷം 10-ാം അധ്യായം നമ്മൾ പഠിക്കുന്നത് 26-27 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെ ഇരിക്കുകയില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവീൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗോഡ് വിൽ ബ്രിങ് എവറിഥിങ് ടു ലൈറ്റ്. ദൈവം ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം വായിച്ചാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ് രഹസ്യമായിട്ടല്ല എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം നോക്കാം. യോഹന്നാൻ 18:20 എടുത്തവരുടെ വായിക്കാം. എന്നെ കാട്ടിയെടുക്കുന്നു. പരസ്യമായി ഞാൻ സംസാരിച്ചിരിക്കുന്നു, രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഇവിടെ പുരമുകളിൽ നിന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തുകാർക്ക് മനസ്സിലാകില്ല. പക്ഷെ നമുക്കറിയാം, ടെറസിന്റെ മേളിലൊക്കെ കയറി നിന്ന് വാക്യം വിളിച്ച് പറഞ്ഞിട്ടുള്ളവരും ഒക്കെയാണ്. ആ രീതിയാണ്, ആ ഈസ്റ്റേൺ കൾച്ചർ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകം അറിയണം. കർത്താവ് പറഞ്ഞത് രഹസ്യമായിട്ട് വെക്കാനുള്ളതല്ല, അത് പരസ്യമായിട്ട് പറയണം, അത് വിളിച്ചു പറയണം. രഹസ്യമായിട്ട് നിങ്ങളുടെ ചെവിയിൽ മന്ത്രിച്ചതൊക്കെ പുരമുകളിൽ ഘോഷിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരാനുള്ളതാണ്, പറയാനുള്ളതാണ് എന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ ദൈവത്തിന്റെ മക്കളെ, ഡിസൈപ്പിൾസിനെ, കർത്താവിന്റെ ദാസന്മാരെ ഉപദ്രവിക്കുവാൻ വേണ്ടി കള്ളസാക്ഷികളെ നിർത്തി
കേസ് ഉണ്ടാക്കുന്ന ചരിത്രം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലൊക്കെ എത്രയോ നിർദോഷികളായ വിശുദ്ധന്മാരെ രക്തസാക്ഷികളായി അവർ കൊന്നിട്ടുണ്ട്. അവരുടെ പേരിൽ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയാണ് ഇവരെ ഇതിൽ പിടിക്കുന്നത്. അവർ അള്ളാഹിക്കെതിരെ സംസാരിച്ചു, ഖുർആനെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവിനോട് പോലും അവരങ്ങനെയാണ് ചെയ്തത്. യേശുവിനെ വിസ്തരിച്ച സമയത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവർ ഒത്തിരി കള്ളസാക്ഷികളെ നിർത്തി നോക്കി, പക്ഷേ അത് സക്സസ് ആയില്ല, അതൊന്നും ജയിച്ചില്ല. അവിടെ വെച്ച് ജയിച്ചില്ല എങ്കിലും തന്നെ യേശുവിനെ ക്രൂശിച്ചു. അതുപോലെ ലോകം ദൈവമക്കൾക്കെതിരെ പറയുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി മരിക്കേണ്ടി വന്നിട്ടുള്ളത് ഒരുപാട് കള്ള സത്യങ്ങളൊക്കെ കള്ള സാക്ഷികളെയൊക്കെ നിരത്തി വെച്ചതിന്റെ ഫലമായിട്ടാണ്. എന്നാൽ ഇതൊന്നും ഇന്ന് വെളിപ്പെട്ട് വരത്തില്ല. വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഒന്നും മറവായിരിക്കില്ല, എല്ലാം വെളിപ്പെട്ട് വരുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. റോമലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയണം, മനുഷ്യരുടെ രഹസ്യങ്ങളെ എല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. സീക്രട്ടായി ആരും അറിയാതെ ഫോണിലൂടെ സംസാരിച്ചായാലും അല്ലെങ്കിൽ ആരും കേൾക്കാതെ രഹസ്യമായി ഇരുന്ന് കൂടി ആലോചിച്ചായിരുന്നാലും ദൈവമക്കളെ നമ്മൾ ചെയ്യുന്ന എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. ഏത് മനുഷ്യൻ ചെയ്യുന്ന ഏത് സീക്രട്ടും വെളിച്ചത്ത് കൊണ്ടിരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവിനെ കുറിച്ച് പറയുവാൻ നാം ലജ്ജിക്കേണ്ടതില്ല. ദൈവം ഇതിനെല്ലാം വെളിച്ചത്ത് കൊണ്ടിരുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം ഇതിനെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ഇന്ന് ദൈവമക്കളായ നാം ജീവിക്കേണ്ടത് ഭാവിയിൽ ഒരു ജഡ്ജ്മെന്റ് ദൈവം എല്ലാവർക്കും വരുത്തുന്നുണ്ട് എന്നുള്ളതിന്റെ വെളിച്ചത്തിലായിരിക്കണം. We have to live in the light of the future judgment of God. എപ്പോഴും നാം ഓർത്തിരിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഓർത്തിരിക്കേണ്ടത് ദൈവം മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടിരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ദൈവം ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ വേണം ഇന്ന് ജീവിക്കുവാൻ. അതുകൊണ്ട് അവനെ കുറിച്ച് പറയുവാൻ, യേശുവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ നമ്മൾ ഒട്ടും ലജ്ജിക്കേണ്ടതായ ആവശ്യമില്ല. അവന്റെ സാക്ഷികളായി നിൽക്കുവാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് നാം മനുഷ്യരെ ഭയപ്പെടാതെ ക്രിസ്തുവിനെ ഏറ്റുപറയണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്. നാം അത് പ്രതീക്ഷിക്കുകയാണ്, നമുക്ക് ഉപദ്രവം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും എന്നുള്ളത്. 2, ദൈവം എല്ലാ രഹസ്യങ്ങളെയും ഒരു ദിവസം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ളത് നാം ഓർത്തിരിക്കുകയാണ്. ഇനി 3-ാമത്തെ കാര്യം 28-ാം വാക്യത്തിൽ, മത്തായി സുവിശേഷം 10-ാം അധ്യായമാണല്ലോ നമ്മുടെ വിഷയം. 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും. അപ്പോൾ മനുഷ്യനെ ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ അങ്ങേയറ്റം ചെയ്താൽ ദേഹത്തെ മാത്രമേ കൊല്ലുവാൻ കഴിയുള്ളൂ, ഈ ബോഡിയെ മാത്രമേ നശിപ്പിക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ ദൈവമോ, ദൈവം ദേഹത്തിനും ആത്മാവിനും അധികാരമുള്ളവനാണ്. He can destroy body and soul both. ദൈവം രണ്ടിനെയും നശിപ്പിക്കാൻ കഴിയുന്നവനാണ്. അപ്പോൾ ഈ ബോഡിയെ കൊല്ലുന്നത് ടെമ്പററിയാണ്, തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നിത്യത, അനേക സഹസ്രാബ്ദങ്ങൾ കർത്താവിനോട് കൂടെ വാഴുവാനുള്ള നമ്മുടെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് കൊണ്ട് ദൈവത്തെ വേണം ഭയപ്പെടുവാൻ. ദൈവത്തെ ഭയപ്പെട്ടു വേണം നാം ജീവിക്കുവാൻ. ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് മറ്റെല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. The fear of God is the fear that cancels fear. ഭയത്തെ നശിപ്പിക്കുന്നതാണ് ദൈവഭയം എന്ന് പറയുന്നത്. എല്ലാ ഭയത്തെയും നശിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മെ പിന്നോട്ട് വലിക്കുന്ന മെയിൻ തിങ് നാം ഭയമുള്ളവരായതുകൊണ്ടാണ്, മനുഷ്യരെ ശങ്കിക്കുന്നുകൊണ്ടാണ്. എന്നാൽ നാം ഓർത്തിരിക്കണം, നാം ഓർത്ത പോലെ മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും ദൈവം ഒരു ദിവസം വിളിച്ചിട്ട് കൊണ്ടുവരും. ഒരു ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റിന്റെ ദൈവസന്നിധിയിൽ നാം എല്ലാവരും നിൽക്കേണ്ടതായിട്ട് വരും. ഈ ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദേഹത്തെയും ആത്മാവിനെയും ഇല്ലാതെയാക്കുവാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെട്ടു വേണം നാം ജീവിക്കുവാനായി. നമുക്ക് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ നാം ഒട്ടും ലജ്ജിക്കേണ്ടതായ ആവശ്യമില്ല. ഇവിടെ ഈ പട്ടണത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന മീറ്റിംഗ്, ചർച്ച് പ്രവർത്തനെ കുറിച്ച് ഇന്നലെ സെമിനാർ ഉണ്ടായിരുന്നു. വൈകിട്ട് പോയവർക്കൊക്കെ അറിയാം. ആ ദേവദാസൻ
പാസ്റ്റർ എം പീറ്റർ എന്ന് പറയുന്ന ആള് പാറശാലയിൽ 4 പേരെ കൊണ്ട് തുടങ്ങിയ ചർച്ച ഇപ്പോൾ 9,000 കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വിശ്വാസികൾ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയണം, സാക്ഷ്യം പറയാൻ വയ്യാത്തവരൊന്നും ചർച്ചിൽ വരിക വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി. ആത്മാക്കളെ നേടാത്തവരെ ഒന്നും ഒരു പ്രോഗ്രാമും കൊടുക്കരുത്, ഒരു ശുശ്രൂഷ ഏൽപ്പിക്കരുത്, ഒരു പൊസിഷനിലും ആക്കരുത്. 10 ആത്മാക്കളെങ്കിലും ആക്കാത്തവരെ സെക്രട്ടറി ആക്കരുത്, ട്രഷറർ ആക്കരുത്, കൊണ്ടുവരാത്തവരെ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോളിസി. അതുകൊണ്ട് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിലും വിശ്വാസികളെല്ലാം പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞതിന് ചുരുക്കം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാൻ ലജ്ജിക്കുന്ന വിഷയമല്ല, മനുഷ്യനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നമുക്ക് അഭയം മാറണം. നമുക്ക് കർത്താവ് ചെയ്ത സ്നേഹത്തെ ഓർത്ത് കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുവാൻ നാം ഒട്ടും ശങ്കിക്കേണ്ടതായ ആവശ്യമില്ല. അറ്റ്ലാന്റ ജോർജിയ സ്റ്റേറ്റിൽ എവിടെയോ ഒരു പട്ടണത്തിൽ ഒരു വിധവയും മകനും ജീവിച്ചിരുന്നതിനെ കുറിച്ച് R.A. ടോറി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു മീറ്റിംഗിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ്, വളരെ ദരിദ്രയായ ഒരു വിധവ, അവർക്ക് മകനെ വളർത്തേണം, ഭൗതികമായി വലിയ വിഷമമുണ്ട്. അവരാകെ അതിനുവേണ്ടി കണ്ടുപിടിച്ച് ജോലി വീടുകളിൽ ചെന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അന്നത്തെ കാലത്ത് തുണിയൊക്കെ വാഷ് ചെയ്തും വീടൊക്കെ ക്ലീൻ ചെയ്തുമാണ് ഈ മകനെ വളർത്തിയത്. അവർ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. പക്ഷെ ഈ മകൻ വളരെ മിടുക്കനായിരുന്നു. സ്കൂളിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ നേരത്ത് അവൻ ഏറ്റവും ടോപ്പായിരുന്നു. ഇവിടെ നമുക്കറിയാം ഏറ്റവും ടോപ്പായിട്ടുള്ള അവർക്ക് കിട്ടുന്ന ഒരു പൊസിഷനാണ് വാലിഡേറ്റോറിയൻ എന്ന് പറയുന്നത്. അവർ വാലിഡേറ്റോറിയം പൊസിഷനും കിട്ടി, ആ പദവിയും കിട്ടി, സ്വർണ്ണ മെഡലും കൊടുക്കുവാൻ സ്കൂളുകാർ തീരുമാനിച്ച സമയത്ത് ഈ മകൻ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ നാളെ എന്റെ ഗ്രാജുവേഷനാണ്, എനിക്ക് വാലിഡേറ്റോറിയം പോസ്റ്റ് ഉണ്ട്, എനിക്ക് സ്വർണ്ണ മെഡൽ തരും, അമ്മ വരണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മകനെ എനിക്കത് വലിയ സന്തോഷം നൽകുന്നതാണ്, പക്ഷെ എനിക്ക് അവിടെ വരാൻ കഴിയത്തില്ല. കാരണം എനിക്ക് നല്ല വസ്ത്രമില്ല, ഫെയ്ഡായിട്ടുള്ള വൃത്തികെട്ട തുണിയാണ് എനിക്കുള്ളത്. ഇത് കൊടുത്തുകൊണ്ട് അവിടുത്തെ വലിയ പണക്കാരും വലിയ മഹാന്മാരുമായ ആളുകളുടെ ഇടയിൽ വന്നിരിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നെ മകൻ പറഞ്ഞു, അമ്മ വരാതെ ഞാൻ പോകത്തില്ല, അമ്മ വന്നേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അവരവർക്കുള്ളതായ ചുമന്നു തുടങ്ങിയതായ മഞ്ഞ നിറമായ വലിയ വൃത്തിയില്ലാത്ത ഫെയ്ഡായിട്ടുള്ള ആ തുണിയൊക്കെ കഴുകി കൊടുത്ത് മകന്റെ കൂടെ ചേർന്നു. മകൻ ഈ അമ്മയും കൊണ്ടുപോയി ഏറ്റവും മുന്നിൽ പ്രശസ്തരായ ആളുകളൊക്കെ ഇരിക്കുന്നിടത്ത് ഈ അമ്മയെ ഇരുത്തി. അമ്മയെ ഇരുത്തിയതിനു ശേഷമായി ഇവന് സ്റ്റേജിൽ സ്ഥാനമുണ്ടായിരുന്നു. സ്റ്റേജിൽ പോയിരുന്നു. അവന്റെ സമയം വന്നപ്പോൾ വാലിഡിറ്റോറിയൻ സ്പീച്ച് ഒക്കെ കഴിഞ്ഞ് അവന് സ്വർണ്ണ മെഡല് കിട്ടിയപ്പോൾ ആ സ്വർണ്ണ മെഡലും എടുത്തുകൊണ്ട് നേരെ സ്റ്റേജിൽ നിന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് വന്നു. ഈ സ്വർണ്ണ മെഡല് അമ്മയുടെ ദേഹത്തോട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, മദർ, ഞാനല്ല ഇതിന് യോഗ്യൻ, നീയാണ്. നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് വേണ്ടി തന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ. ആറേറ്റോടെ ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ തന്റെ ഓഡിയൻസിൽ മിക്ക പേരും കരഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, ആ മകനേക്കാൾ ഒരു വലിയ സ്റ്റോറി നമുക്ക് പറയാനുണ്ട്. ഞാനും നിങ്ങളും ഇങ്ങനെ ആയിരിക്കുന്നതിന്റെ കാരണം നമുക്ക് വേണ്ടി യേശു കർത്താവ് ജീവനെ തന്നതാണ്. ക്രൂസിൽ മറുവിലയായി അവൻ തന്റെ ജീവനെ നമുക്ക് തന്നതുകൊണ്ടാണ്. ആ കർത്താവിനെ കുറിച്ച് ഞാനും നിങ്ങൾ എന്തിനാണ് ലജ്ജിക്കുന്നത്? അവനെ കുറിച്ച് പറയുവാൻ നമുക്ക് എന്താണ് ലജ്ജയുള്ളത്? അതിന്റെ കാരണം അത് മാറ്റിയേ മതിയാകുള്ളൂ, യേശുവിനെ കുറിച്ച് പറഞ്ഞേ മതിയാകുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റോറി ഞാൻ വായിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് നാം ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളില് എന്റെ കർത്താവിനെ രക്ഷിച്ചു, അവൻ മതിയാകനാണ്. നമ്മൾ ഒത്തിരി പഠിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അവൻ പാപികളുടെ രക്ഷിതാവാണ്, അവൻ രോഗിക്ക് സൗഖ്യദായകനാണ്, അവൻ സ്വർഗം തരുവാനാണ്, നമുക്ക് വേണ്ടി ജീവനെ മറുപടിയായിട്ടെന്ന് ഇത് പറയുവാൻ നാം ലജ്ജിക്കേണ്ടതായ ആവശ്യമില്ല. ഇവിടെ നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ട് ഞാൻ റോഹിത് പറഞ്ഞു, ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്നുള്ള പാട്ടിന്റെ അടികൾ നമ്മൾ പാടാറുണ്ട്. ഇവിടെ മിക്കവാറും കർത്തൃമേശയുടെ സമയത്താണ് നമ്മൾ പാടുന്നത്. എന്നാൽ ആ അടികൾ വായിക്കുമ്പോൾ അതിന്റെ ഒരടി ഇങ്ങനെയാണ്, മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പ വചനത്തെ, പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. നമ്മൾ ഒത്തിരി പ്രാവശ്യം പാടിയിട്ടുണ്ട്, പക്ഷെ അത് അർത്ഥം ഗ്രഹിച്ച് പാടിയിട്ടുണ്ടോ? നമുക്കൊന്ന് ധ്യാനത്തോടെ പാടാം, നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവിനെ കുറിച്ച് പറയുവാൻ അവൻ എവിടെ അയച്ചാലും, അവൻ എവിടെ നമ്മുടെ ജോലി സ്ഥലത്തോ എവിടെ ആയിരുന്നാലും കർത്താവിനെ കുറിച്ച് പറയുവാൻ നാം മടിക്കരുത്. മൊഴിയിൽ കേട്ടു ശബ്ദത്തെ,
വിടുതൽ നൽകും യേശുവചനത്തെ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം